ഹലോ. ഞങ്ങൾ വേനൽക്കാലത്ത് വൈകുന്നേരത്ത് ചായ കുടിക്കാറില്ല കേട്ടോ. പകരം ജ്യൂസാണ് പതിവ്. ഇപ്പോൾ വേനൽക്കാലം ആയിട്ടില്ലെങ്കിലും നല്ലോണം ചൂടാണ്. ദിവസവും നല്ല വെയിൽ കാരണം വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മളിങ്ങനെ തളർന്ന പോലെ ആവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2-3 ദിവസമായിട്ട് ജ്യൂസാണ് കുടിക്കൽ. ഇന്നിപ്പോൾ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ഞാൻ കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് വീട്ടിൽ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ കയ്പ്പാണ് എന്ന്. അതിനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓറഞ്ചിൻ്റെ ഉള്ളിലത്തെ കുരുവാണ് കേട്ടോ. നമ്മളെല്ലാവരും മിക്കപ്പോഴും ഓറഞ്ചൊക്കെ മിക്സഡ് ജാറിലിട്ട് അങ്ങോട്ട് അരച്ചെടുത്തിട്ട് പിന്നെ അത് അരിച്ചൊക്കെ ആയിരിക്കും ജ്യൂസ് ആക്കി എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ കുരു അതിൻ്റെ കൂടെ ഇങ്ങനെ അരയുമ്പോഴാണ് നമുക്കത് കയ്പ്പായിട്ട് മാറുന്നത് കേട്ടോ. ഇതിങ്ങനെ ഓരോ എല്ലിൽ നിന്ന് ഇങ്ങനെ കുരു എടുത്ത് മാറ്റുന്നത് കുറച്ച് പാടുള്ളൊരു കാര്യമാണെങ്കിലും ആ ഒരു കുരു കളഞ്ഞിട്ട് നമ്മൾ മിക്സിയിൽ സാധാരണ ജ്യൂസൊക്കെ അടിക്കണമെങ്കിൽ അടിച്ച് കഴിയുമ്പോൾ ആ ഒരു കയ്പ്പ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരു ഓറഞ്ചിന് ഇങ്ങനെ നടുഭാഗം നോക്കിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ കുരുക്കളും കൂടി ഇങ്ങനെ ഒരുമിച്ച് നമുക്ക് പെട്ടെന്ന് കളയാൻ പറ്റും. ഓരോ എല്ലി ആക്കിയിട്ട് ആക്കുമ്പോൾ കുറച്ചധികം സമയം ഇരിക്കേണ്ടി വരും. പക്ഷെ എന്നാലും ആ ഒരു സീഡ് കളഞ്ഞിട്ട് അടിച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് ജ്യൂസിന് കയ്പ്പുണ്ടാവില്ല കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കുടിക്കണമെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് നമുക്ക് വീട്ടിലും കുടിക്കാം. പിന്നെ ഈ ഓറഞ്ചിന് ഭയങ്കരമായിട്ടുള്ള ഗുണങ്ങളുണ്ടല്ലോ. നമ്മൾ ചിലവരൊക്കെ സ്കിൻ ഗ്ലോയ്ക്കൊക്കെ വേണ്ടി ഓറഞ്ച് ഉപയോഗിക്കാറുണ്ട്. ഓറഞ്ച് പീൽ ഓഫ് മാസ്കും ഓറഞ്ചിൻ്റെ ഫേസ് വാഷൊക്കെ. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ചെന്നാലും ആ ഒരു ഗ്ലോയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ വൈറ്റമിൻ സിക്കൊക്കെ ഓറഞ്ച് ബെസ്റ്റാണ്. അപ്പോൾ ഞങ്ങളിനി ഓരോ ദിവസം കുടിക്കുന്ന വെറൈറ്റി ജ്യൂസ് നിങ്ങളായിട്ടും ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ അടുത്ത ദിവസം കാണാം.